ചേദിരാജ്യം പിടിച്ചടക്കിയ ശേഷം പുരുവംശ രാജാവായ വസു ഒരിക്കൽ നായാട്ടിന് പുറപ്പെട്ടു. അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കെ ഭാര്യയായ ഗിരികയെ ഓർത്ത് വികാരപരവശനായ അദ്ദേഹം നിർഗമിച്ച തൻ്റെ ബീജം ഒരു കഴുകൻ മുഖേന രാജ്ഞിക്കായി അയച്ചു. എന്നാൽ മാർഗമധ്യേ മറ്റൊരു കഴുകനുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിനൊടുവിൽ ബീജം യമുനാ നദിയിൽ വീഴുകയും ബ്രഹ്മാവിൻ്റെ ശാപത്താൽ മത്സ്യരൂപത്തിൽ നദിയിൽ കഴിയുകയായിരുന്ന അദ്രിക എന്ന അപ്സരസ് അത് വിഴുങ്ങുകയും ചെയ്തു. ഗർഭവതിയായി തീർന്ന മത്സ്യം ഗർഭകാലം പൂർണ്ണമാവാറായപ്പോൾ ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങി. മത്സ്യത്തെ കൊന്ന് വയറ് കീറിയ മുക്കുവൻ അതിനുള്ളിൽ ഇരട്ടകളായ ഒരു പെൺകുഞ്ഞിനെയും ആൺകുഞ്ഞിനെയും കണ്ട് അത്ഭുതപ്പെട്ടു. വിവരം രാജാവായ വസുവിനെ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി രാജാവ് ആൺകുട്ടിയെ ഏറ്റെടുത്തു. പെൺകുട്ടിയെ മുക്കുവന് നൽകി. രാജാവ് ഏറ്റെടുത്തു വളർത്തിയ ആൺകുഞ്ഞ് പിന്നീട് മത്സ്യരാജാവായി വിരാടം ഭരിച്ചു. കുട്ടികൾക്ക് ജന്മം നൽകിയ ശേഷം അപ്സരസ് ശാപമോചിതയായി. മുക്കുവൻ ആ പെൺകുഞ്ഞിനെ സത്യവതി എന്ന് പേരിട്ടു വളർത്തി. മുക്കുവന്മാരുടെ കൂടെ ജീവിച്ച് മത്സ്യഗന്ധം വന്നതിനാൽ അവൾ മത്സ്യഗന്ധി എന്നും അറിയപ്പെട്ടു.